നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഞ്ചാവ് തോട്ടവും മാവോയിസ്റ്റുകളെയും തിരയുന്നതിനിടയിൽ കൊടുങ്കാട്ടിൽ കേരള പോലീസ് അകപ്പെട്ടു പോയൊരു വാർത്തയായിരുന്നു കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് പുറത്തു വന്നത്. അങ്ങനെ കുടുങ്ങിപ്പോയ കേരള പോലീസിനെ രക്ഷിച്ച് തിരിച്ചെത്തിക്കുകയാണ് ചെയ്തത്. പാലക്കാട് അഗളി ഡിവൈഎസ്പി അടക്കം 14 പേരാണ് ഈ സംഘത്തിലുണ്ടായിരുന്നത്. മൂക്കാലി ഫോറസ്റ്റ് റേഞ്ചിലെ സ്റ്റേഷനിലെ ജീവനക്കാരും ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ കഴിയുന്നത്. വനത്തിനുള്ളിലെ കഞ്ചാവ് തോട്ടം തിരഞ്ഞാണ് ഇവർ ഉൾവനത്തിലേക്ക് കടന്നത്. അതിനിടയിൽ വഴിതെറ്റിയതോടെ കാട്ടിൽ തന്നെ അകപ്പെടുകയായിരുന്നു. അഗളി ഡിവൈഎസ്പി എസ് ജയകൃഷ്ണൻ, പുതൂർ SI വി ജയപ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള 15-അംഗ സംഘമാണ് കാട്ടിലകപ്പെട്ടതും പിന്നാലെ വനം വകുപ്പ് എത്തി കണ്ടെത്തിയത്. വനത്തിലെ പരിശോധനയ്ക്ക് ശേഷം മടങ്ങിയപ്പോൾ വഴിതെറ്റിയെന്നാണ് അഗളി ഡിവൈഎസ്പിയും വ്യക്തമാക്കുന്നത്. കുത്തനെയുള്ള ഒരു വലിയ മലയായിരുന്നു. കാട്ടാന അടക്കം വന്യമൃഗങ്ങളുടെ സാന്നിധ്യവും അവിടെ ഉണ്ടായിരുന്നുവെന്നാണ് ഡിവൈഎസ്പി വ്യക്തമാക്കുന്നത്. എന്നാൽ കാട്ടിലെത്തിയപ്പോൾ കഞ്ചാവ് തോട്ടം കണ്ടെത്താൻ കഴിഞ്ഞു. ഈ കഞ്ചാവ് തോട്ടം അവർ നശിപ്പിച്ചിരുന്നുവെന്നും അതിൽ കേസെടുക്കുമെന്നുമാണ് ഡിവൈഎസ്പി വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം രാവിലെയാണ് പോലീസും വനംവകുപ്പിലെ ജീവനക്കാരും ഉൾപ്പെടുന്ന സംയുക്ത സംഘം സ്ഥിരം പരിശോധനയ്ക്കായി വനത്തിനുള്ളിലേക്ക് കടന്നത്. 12 മണിക്കൂറിലധികം നേരമാണ് ഇവർ കാട്ടിൽ കഴിഞ്ഞത്. സത്യമലയ്ക്ക് കീഴിലാണ് ഇവർ കുടുങ്ങിപ്പോയത്. തിരച്ചിൽ സംഘത്തിന് വഴി കാണിക്കാൻ ആദിവാസികൾ ഉൾപ്പെടെയുള്ളവർ സഹായിച്ചിട്ടുണ്ടായിരുന്നു. നക്സൽ വിരുദ്ധ സ്ക്വാഡ് ഉൾപ്പെടെ 15 പേരാണ് കഴിഞ്ഞ ദിവസം ഇങ്ങനെ വനത്തിലേക്ക് യാത്ര തിരിച്ചത്. ഉദ്യോഗസ്ഥർ ഫോണിൽ ബന്ധപ്പെട്ട് സുരക്ഷിതരാണെന്നും ഇന്ന് രാവിലെ തന്നെ തിരികെ എത്തുമെന്നും പുതൂർ പോലീസിനെ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ഉൾവനത്തിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു കാര്യമാണെന്നും ഉദ്യോഗസ്ഥരെ ഫോണിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞതായും ജില്ലാ പോലീസ് മേധാവിയും ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. പരിഭ്രാന്തരാകേണ്ട ഒരു കാര്യവുമില്ല എന്നും ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതിരിക്കുകയാണ്, ഭയപ്പെടേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല എന്ന് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി. രാവിലെ 6 മണിയോടെയാണ് ഇവരെ തിരികെ എത്തിക്കാൻ കഴിഞ്ഞത്. തിരിച്ചെത്തിയ ഉദ്യോഗസ്ഥർക്ക് ആർക്കും തന്നെ കാര്യമായ പരിക്കൊന്നും ഇല്ല എന്ന് ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സംഘത്തോടൊപ്പമുണ്ട്. അതുകൊണ്ട് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണ് നേരത്തെയും നമുക്ക് ലഭിച്ച വിവരം. കാട്ടിലെ മാവോയിസ്റ്റ് സാന്നിധ്യം ഉൾപ്പെടെ പരിശോധിക്കാനാണ് ഈ സംഘം പോയതെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.